നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് ശ്രീധർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വിദ്യാർത്ഥി സമൂഹം മത്സരബുദ്ധിയോടെ നിലകൊള്ളണമെന്ന് മോൻസ് ജോസഫ് MLA. ജൂലൈ 3 ദുഃഖാന തിരുനാൾ. ക്രൈസ്തവ സമൂഹം മാർത്തോമാ ശ്ലീഹായുടെ സ്മരണയിൽ. കാലവർഷം കനക്കുന്നു, കർഷകർ ആശങ്കയിലും ആഹ്ലാദത്തിലും. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വിദ്യാർത്ഥി സമൂഹം മത്സരബുദ്ധിയോടെ നിലകൊള്ളണമെന്ന് മോൻസ് ജോസഫ് MLA. കുര്യനാട് സെന്റ് ആൻസ് സ്കൂളിൽ മെറിറ്റ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MLA. മികച്ച വിദ്യാലയം എന്ന നിലയിൽ സ്കൂളിന് MLA പ്രത്യേക ഉപഹാരങ്ങളും പ്രഖ്യാപിച്ചു. 2 കമ്പ്യൂട്ടറും ഒരു LCD പ്രൊജക്ടറും നൽകാമെന്ന MLAയുടെ പ്രഖ്യാപനം നിറഞ്ഞ കരഘോഷത്തോടെയാണ് വിദ്യാർത്ഥി സമൂഹം ഏറ്റുവാങ്ങിയത്. നമ്മുടെ നല്ല വിദ്യാലയം എന്ന നിലയിൽ നിങ്ങൾക്കുള്ള സമ്മാനം എന്ന നിലയിൽ ഒരു LCD പ്രൊജക്ടറും 2 കമ്പ്യൂട്ടറും നിങ്ങൾക്ക് അനുവദിച്ചതായി അറിയിക്കുന്നു. ഇനി കൂടുതൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ സഹായിക്കുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ. സമ്മേളനത്തിൽ വിവിധ ക്ലബ്ബുകളുടെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനവും നടന്നു. കഴിഞ്ഞ അധ്യയന വർഷം SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് യോഗം ചേർന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഫിലിപ്പ് നെച്ചിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ആന്റണി വട്ടക്കുന്നൽ, PS അശ്വതി, സ്കൂൾ മാനേജർ ഫാദർ കുര്യൻ വേങ്ങത്താനം, ഗ്രാമപഞ്ചായത്ത് അംഗം സാബു തെങ്ങമ്പള്ളി, PTA പ്രസിഡന്റ് അഗസ്റ്റിൻ കാവുകാട്ട്, ഹെഡ്മാസ്റ്റർ TM ജോസഫ്, വിദ്യാർത്ഥി പ്രതിനിധി അശ്വതി ജോജി എന്നിവർ പ്രസംഗിച്ചു. അശ്വതി ജോജി, ബിന്ദു ബെൻ ജോർജ്, ഹരികൃഷ്ണൻ G, ജോസഫ് മാത്യു, ജസ്റ്റിൻ ജെയിംസ്, സ്റ്റാഡിൻ വി ജോൺ എന്നിവരാണ് കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും SLC പരീക്ഷയിൽ A+ നേടിയത്. ആൻ തെരേസ ജോൺ, ആനി റോസ് ജോസഫ്, അനു M ജോർജ്, മിന്നു ആൻ ജോസ്, സ്നേഹ ടെസ് ജോർജ്, സ്നേഹ ജെയിംസ്, സോജ ക്ലീമിസ്, ടോണി സണ്ണി, ഗ്രേസ് ജെ മമ്പള്ളി, ഹൃദ്യ B, തോമസ് ഐസക്, മിഥുൻ സണ്ണി എന്നിവരാണ് +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി മികവ് തെളിയിച്ചത്. ജൂലൈ 3 ദുഃഖാന തിരുനാൾ. ക്രൈസ്തവ സമൂഹം മാർത്തോമാ ശ്ലീഹായുടെ സ്മരണയിൽ. ചൊവ്വാഴ്ച ജൂലൈ 3 ഭാരതമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം മാർത്തോമാ ശ്ലീഹായുടെ ദീപ്ത സ്മരണകളിൽ നിറയുകയാണ്. ക്രൈസ്തവ സാക്ഷ്യവുമായി AD 52 മാർത്തോമാ ശ്ലീഹായുടെ തിരുനാൾ ആഘോഷമാണ് ജൂലൈ 3. ദുഃഖാന എന്ന പേരിലാണ് ക്രൈസ്തവ സമൂഹം മാർത്തോമാ ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. സീറോ മലബാർ സഭയിൽ കടമുള്ള ദിവസമായാണ് ദുഃഖാനയെ കണ്ടുവരുന്നത്. ഓർമ്മ എന്നർത്ഥം വരുന്ന വാക്കാണ് ദുഃഖാന. ഇന്നലുകളിലേക്ക് തിരിഞ്ഞു നോക്കുവാനും പശ്ചാത്താപത്തിലൂടെ പാപജീവിതം ഉപേക്ഷിച്ച് കടന്നുവരുവാനുമുള്ള വലിയ ആഹ്വാനമാണ് തിരുനാൾ ആഘോഷത്തിലൂടെ സമൂഹം വീണ്ടും ഓർമ്മിച്ചെടുക്കുന്നത്. ദേവാലയങ്ങളിലെങ്ങും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും തിരുക്കർമ്മങ്ങളും ദുഃഖാന തിരുനാളിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കാലവർഷം കനക്കുന്നു, കർഷകർ ആശങ്കയിലും ആഹ്ലാദത്തിലും. ഒട്ടൊന്നും മടിച്ചു നിന്ന കാലവർഷം കനത്ത പ്രതീതിയായിരുന്നു തിങ്കളാഴ്ച രാവിലെ. കാലവർഷത്തിന്റെ വരവ് കർഷക സമൂഹത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ഉളവാക്കിയിരിക്കുന്നത്. ഒരുപറ്റം കർഷകർ സന്തോഷത്തിലായിരുന്നു, എന്നാൽ മറ്റൊരു വിഭാഗം കർഷകർ ആശങ്കയുടെ നിഴലിലായിരുന്നു. പച്ചക്കറിയും മരച്ചീനി കർഷകരായിരുന്നു ആശങ്കയുടെ നിഴലിലെത്തിയത്. പാടത്ത് കൃഷിയിറക്കിയിരുന്ന പച്ചക്കറികളും മരച്ചീനിയും വെള്ളമെത്തുന്നതോടെ നശിക്കുമെന്ന അവസ്ഥയിലായിരിക്കുകയാണ്. കുറവലങ്ങാട്, ഞീഴൂർ മേഖലയിലായി പ്രധാനമായും പച്ചക്കറി കൃഷി വ്യാപകമായിട്ടുള്ളത്. ഈ മേഖലയിൽ ആകമാനം പാടത്താകെ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. കാലവർഷം കനത്താൽ തോട്ടിലൂടെ എത്തുന്ന വെള്ളം പാടത്ത് നിറഞ്ഞ് മരച്ചീനി നശിക്കുമെന്നതിനാൽ ഈ മേഖലയിൽ മാർക്കറ്റ് ഇടിയാനും ഏറെ സാധ്യതയാണുള്ളത്. എന്നാൽ പല പ്രദേശങ്ങളിൽ ജലക്ഷാമം ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. കാലവർഷം കനത്താൽ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്ന അവസ്ഥയും ഇവർ മുന്നോട്ട് വെക്കുന്നു. ഇനിയൊരു ഇടവേള.